അങ്ങനെ കല്യാണക്ഷീണമൊക്കെ തീർത്ത് റിസപ്ഷൻ ഡേ ആണ് ഇന്ന്. എന്നത്തെയും പോലെ ഞാനും എൻ്റെ അമ്മയും ലേറ്റ് ആയിട്ടാണ് റെഡി ആയിട്ട് ഇറങ്ങിയത്. എൻ്റെ അച്ഛനും എൻ്റെ അനിയനും നേരത്തെ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കസിൻ ദേവും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ ഈ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട്. ചെക്കൻ്റെ സൈഡിലുള്ള റിസപ്ഷൻ ആണ് ഈ ദിവസം. ആൻഡ് നെക്സ്റ്റ് ഡേ പെണ്ണിൻ്റെ സൈഡിലുള്ള റിസപ്ഷൻ ആണ്. കയറുമ്പം തന്നെ ജ്യൂസും സ്റ്റാർട്ടേഴ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓൾസോ ലൈവ് ആയിട്ട് ഇവിടെ വയലിൻ്റെ ഷോ ഉണ്ടായിരുന്നു. അടിപൊളിയായിട്ട് ഈ പുള്ളിക്കാരൻ വായിച്ചു. എനിക്ക് ഇദ്ദേഹത്തിൻ്റെ പേരറിയില്ല, ബട്ട് ദ ഷോ വാസ് റിയലി ഗുഡ്. ഇവർക്കൊരു കേക്ക് കട്ടിംഗ് സെറിമണി ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ അടുത്ത് കോമ്പയറിങ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അതിനായിട്ട് എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, കാരണം ഞാൻ തീരെ പ്രിപ്പയർഡ് അല്ല. ബട്ട് സംഹൗ ഐ മാനേജ്ഡ് ഇറ്റ്. എനിക്കെന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് പറയുന്ന സമയത്ത് ഈ കോൺഷ്യസ് ആവുമല്ലോ. അപ്പോൾ ആ സമയത്ത് എനിക്കിങ്ങനെ മലയാളം അത്ര ഫ്ലുവൻ്റ് ആയിട്ട് വരില്ല. അപ്പോൾ പറ്റി ഇംഗ്ലീഷിൽ പറയാമെന്ന് വെച്ചാൽ നമ്മൾ വെറുതെ ഈ ജാട അങ്ങനെയൊക്കെയുള്ള ചില കമൻസ് ഉണ്ടാവുമല്ലോ നമ്മൾ ഈ നാട്ടിലൊക്കെ ആകുമ്പം. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ രണ്ടും കൂടെ മിക്സ് ചെയ്ത് എന്തൊക്കെയോ ഞാൻ പറഞ്ഞു. ബ്രൈഡിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് ഫാമിലി മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, പാരൻസ്, പിന്നെ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സും. റിസപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഒരു ടൈം വിൻഡോ ഉണ്ടായിരുന്നു. 5 to 9 ആയിരുന്നു ടൈമിങ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കല്യാണത്തിൻ്റെ അത്രയും ക്രൗഡഡ് ആയിരുന്നില്ല, കാരണം ആൾക്കാർ വന്നും പോയി ഇരിക്കുമല്ലോ. അങ്ങനെ കേക്ക് കട്ടിങ് സെറിമണിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ കുറേ പിള്ളേർ സെറ്റ് ഉണ്ടായിരുന്നു അവിടെ ഇരിക്കുന്നത്. ഞങ്ങൾക്കിങ്ങനെ ബോറടിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ശരി നമുക്കൊരു റീൽ എടുക്കാന്നുള്ളത്. അപ്പം കൈ കെട്ടിയ ആൾക്കാരൊക്കെ പിടിച്ച് ഞങ്ങൾ ഒരു പാട്ടൊക്കെ കണ്ടുപിടിച്ച് ചെറിയ സ്റ്റെപ്പ് സിമ്പിളായിട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് വൺ പ്രാക്ടീസൊക്കെ ആയിരുന്നു ഉള്ള ആൾക്കാരെയൊക്കെ കൂട്ടിയിട്ട്. എൻ്റെ അമ്മ കണ്ടോ, അമ്മയും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അമ്മ ഒരു സ്റ്റെപ്പ് ഇട്ടിട്ട് എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ പോയി. ഇനീഷ്യലി ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ചേട്ടന്മാരൊക്കെ ഓരോന്നായിട്ട് മുങ്ങി. പിന്നെ റിമൈനിങ് ആൾക്കാർ ഇത് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ചിമിട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയും ബിൽഡപ്പ് ഒക്കെ ഇട്ട് പോയിട്ട് ആകെ ഒരൊറ്റ ഷോട്ടേ ഞങ്ങൾ എടുത്തുള്ളൂ. കാരണം ഞങ്ങൾ ഈ എടുക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ വഴിയാണ്. അപ്പോൾ ആൾക്കാർക്ക് പോകാനും വരാനും പറ്റണ്ടേ. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ഒന്ന് എടുത്ത് പിന്നെ ലാസ്റ്റ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചെങ്കിലും പിന്നെ അതിനുള്ള ടൈമൊന്നും കിട്ടിയില്ല. റീലൊന്നും കൂടെ ലാസ്റ്റ് എടുക്കുക എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങളൊക്കെ പിന്നെ ഫുഡ് അടിക്കാൻ വേണ്ടി പോയി. എനിക്ക് എന്താ അറിയില്ല, ഇന്ന് ഫുഡ് കയറുന്നേ ഉണ്ടായിരുന്നില്ല. എൻ്റെ നാട്ടിലെത്തിയപ്പോൾ തൊട്ടുള്ള ഫുഡ് അടി കണ്ടാരോ കണ്ണു വെച്ചതെന്ന് തോന്നുന്നുണ്ട്. ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും ഒരു 9 ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ ഫുൾ ഫാമിലിയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുമ്പോഴേക്കും ഒരു 10 മണിയായി.